ഈശോലേറ്റസ്ന എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷം നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു വിധവയായ സ്ത്രീയെയാണ്. ആ സ്ത്രീയുടെ പ്രത്യേകത എന്തായിരുന്നു? അയാൾ നീതി നടത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ അവരുടെ വിധികർത്താവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവരുടെ ഭരണാധികാരിയുടെ അടുത്ത് ഒരുപാട് തവണ കയറി ഇറങ്ങി എന്നുള്ളതാണ്. ഈശോ നമ്മോട് പറയുകയാണ്, ശല്യം സഹിക്കവയ്യാതെ ഏറ്റവും ഒടുവിൽ ഈ ഭരണാധികാരി ഈ സ്ത്രീക്ക് നീതി നടത്തി കൊടുക്കുന്നു. നീതിരഹിതനായിരുന്ന ഒരു ഭരണാധികാരിയാണ്, എന്നാലും ഈ സ്ത്രീയുടെ ശല്യം സഹിക്കവയ്യാതെ അദ്ദേഹം ഇവൾക്ക് നീതി നടത്തി കൊടുക്കുന്നു. എന്നിട്ട് ഈശോ പറയുകയാണ്, നീതിരഹിതനായിട്ടുള്ള ആ മനുഷ്യൻ പോലും കുറേ നാൾ ഇവൾ ചോദിച്ചത് കാരണം അവൻ്റെ മനസ്സ് മാറ്റിയെങ്കിൽ നീതിമാനായ ദൈവം എത്രമാത്രം നിന്നോട് അനുഗമ കാണിക്കുകയില്ല. നീ ഒരു കാര്യം ചോദിച്ചാൽ എത്രമാത്രം നിനക്കത് ചെയ്തു തരാനായിട്ട് ആഗ്രഹം കാണിക്കുമെന്ന് ഈശോ നമ്മോട് ചോദിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ വചനം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ബോധ്യം ഇതാണ്: ഞാൻ എൻ്റെ ദൈവത്തോട് എന്തെങ്കിലും ചോദിച്ചാൽ ദൈവം എനിക്കത് ചെയ്തു തരും, അല്ലേ? ദൈവം എനിക്കൊരു സമയം അതിനുവേണ്ടി ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന കേട്ട് അതിനുള്ള ഉത്തരം തരാനായിട്ട് ഒരു സമയം ദൈവം കാത്തു വെക്കുന്നുണ്ടെങ്കിൽ ആ സമയത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ദൈവം വരുത്തും എന്നുള്ളതാണ്. ചില കുടുംബങ്ങളിൽ നമ്മളിങ്ങനെ വിവാഹം കഴിഞ്ഞിട്ട് 4-5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കും. ദൈവം അവർക്കൊരു കുഞ്ഞിനെ നൽകുമ്പോൾ ഈ ആശുപത്രിയിലെ ആളുകൾ പറയുന്ന ഒരു പേരുണ്ട്, അല്ലെങ്കിൽ നഴ്സുമാരൊക്കെ ഇവരെ ചെക്കപ്പിനൊക്കെ വേണ്ടി വരുമ്പോൾ പറയുന്ന ഒരു പേര് പ്രഷ്യസ് ബേബി എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ ബേബി അത്രമാത്രം പ്രഷ്യസ് ആണ്. ഇത്ര നാൾ കാത്തു വെച്ച് ദൈവം കൊടുത്ത ഒരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. അത് കാരണം അത്രമാത്രം ശ്രദ്ധയോടെ അതിനെ നോക്കണം എന്നൊക്കെ ഇവർ പറയും. എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് ഒരു കാത്തിരിപ്പ് സമ്മാനിക്കുന്നുണ്ടെങ്കിൽ ദൈവം സംതിങ് പ്രഷ്യസ് ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മളോട് പറയുകയാണ്, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു കാത്തിരിപ്പ് ദൈവം നിനക്ക് തരുന്നുണ്ടെങ്കിൽ ആ കാത്തിരിപ്പിനൊടുവിൽ മനോഹരമായൊരു സമ്മാനം നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ഈ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ദൈവത്തോട് ക്ഷമാപൂർവ്വം ചേർന്നിരിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ ഒരു അല്പം കൂടി ക്ഷമ കാണിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.